ഈ മജ്ലിസിൽ ആദരിക്കപ്പെട്ട ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ്, മറ്റ് ഉലമാക്കൾ, സംഘടനാ നേതാക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശ ധീരരായ വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കൾ, ഈ ചടങ്ങിന് SBS-ൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരാശംസ പറയുക എന്ന് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ഒരു പരിപാടി റോസിൻ്റെ സമാപനത്തിന് നിർബന്ധമായും എത്തേണ്ട സ്ഥലത്തൊന്നും ഇപ്പോൾ പണ്ടൊക്കെ പ്രസംഗവും പരിപാടിയും കേൾക്കലാണ്. ഇപ്പോൾ ഓർ കാണുന്ന നമ്മൾ എവിടെയുണ്ട്, എല്ലാവർക്കും കറാമത്ത് തുടങ്ങിയ കാലമാണ്. എന്നെ ഇവിടെ കണ്ടിട്ട് അവർ വിളിക്കുകയാണ്, നിങ്ങൾ അവിടെ ഉണ്ടല്ലോ, ഇവിടത്തേക്ക് എങ്ങനെ എത്താൻ ചോദിക്കുകയാണ് വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ നിലനിർത്താനുള്ള വലിയ ശ്രമം ഒന്നരായ ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് നടത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രവർത്തനം നടത്തുന്നവർക്ക് അള്ളാഹു നൽകുന്ന കബൂലിയത്താണ് ഈ പരിപാടി. ഇതൊരു അധികപ്പറ്റ് അല്ല. അബ്ബാസ് ഉസ്താദ് എന്താണ് ആഗ്രഹിച്ചത്? അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീൻ, സുന്നത്ത് ജമാഅത്ത് മാത്രമേ ദീനും. സുന്നത്ത് ജമാഅത്ത് അല്ലാത്തതൊക്കെ ദീനിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ കക്ഷികളാണ്. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉ. ബഹുമാനപ്പെട്ട സയ്യിദുന കൂറത്ത് തങ്ങൾ അവർ സമാപന ദുആക്കും മറ്റൊക്കെ നേതൃത്വം നൽകാൻ ഈ മജ്ലിസിലെത്തി. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവരും സരസിൽ തന്നെ സഹകരിച്ചിരിക്കുക. ഞാൻ ഓർമ്മപ്പെടുത്തിയത് അല്ലാഹു പറഞ്ഞു ഫത്തബിഉ, ആ മുസ്തഖീമായ യഥാർത്ഥ ഒരു വഴിയോട് നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉ സുബുല, അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള കുറേ വഴികളുണ്ട്, ആ വഴികളോടൊന്നും തന്നെ നിങ്ങൾ പിൻപറ്റി പോകരുത്. പോയാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, ആ മുസ്തഖീമായ വഴിയിൽ നിന്ന് നിങ്ങൾ ചിന്നിച്ച് ഭിന്നിച്ച് നശിച്ചു പോകുമെന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അൽ മദീന സ്ഥാപനം മഹാനായ സയ്യിദുന മുർഷിദുന മർഹൂം താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരും ബഹുമാനപ്പെട്ട മർഹൂം മഞ്ഞനാടി വലിയ ഉസ്താദ് അല്ലാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ, ആ മഹത്തുക്കൾ ചേർന്ന് കുറ്റിയടിച്ച് ശിലാസ്ഥാപനം നടത്തിക്കൊടുത്ത സ്ഥാപനം. അൽഹംദുലില്ലാഹ്, ഈ പരിസരത്തൊക്കെ മാത്രമല്ല, ഈ ദക്ഷിണ കന്നഡ ജില്ലയുടെ പരിസരത്തുള്ള മറ്റ് ജില്ലകളിലും നോർത്ത് കനറയിലുള്ള ആളുകൾ വരെ അവിടുത്തെ വിദ്യാഭ്യാസമില്ലാത്ത വളരെ സാധുക്കളായ ഹനഫി മദ്ഹബിൽ വിശ്വസിക്കുന്ന തീരെ ഒരു വിവരവുമില്ലാത്ത വിദ്യാർത്ഥികളെ വരെ പരിപൂർണമായി ഏറ്റെടുത്തുകൊണ്ട് അൽ മദീന സ്ഥാപനത്തിൽ ആ വിദ്യാർത്ഥികൾക്ക് അല്ലാഹുവിന്റെ ഖുർആനും ദീനും പഠിപ്പിച്ച് ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാനുള്ള കഴിവുള്ളവരാക്കി ബുറുദവൈത്തൊക്കെ പാടുന്ന ആ നോർത്ത് കനറയിൽ നിന്ന് വന്ന കുട്ടികളുടെ ശബ്ദം കേൾക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കുന്ന, ഇഷ്ടം വെക്കുന്ന ആളുകളെ അല്ലാഹു തആല ഇഷ്ടം വെക്കുകയും അവർക്ക് അല്ലാഹു തആല സമൂഹത്തിൽ ഭൂമിയിൽ നൽകുന്ന ഖബൂലിയത്താണ്. വവളിഅൽ ഖബൂലു ഫിൽ അർളി, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്, ഹിമ്മത്ത്, ശക്തി അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇവിടെ നമുക്ക് നസീഹത്ത് പറഞ്ഞു. ഇനി ആരെങ്കിലും സമ്മേളനം നടത്തുന്നെങ്കിൽ എല്ലാവർക്കും സമ്മേളനം നടത്താനാണ് ദുനിയാവ്.
ദാറുൽകട്ടയിലും നടത്തും, എല്ലാ സ്ഥലത്തും സമ്മേളനം ആർക്കും നടത്താം. പക്ഷേ സമ്മേളനം നടത്തുന്നവരോട് മഹാനായ ഖമറുൽ ഉലമ ഉസ്താദ് ഇന്നിവിടെ സ്വീകരിച്ച ആ നയം എല്ലാവരും സ്വീകരിക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ട്? ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ആദ്യം അവസാനം വരെ കേട്ടവരാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും. സുന്നത്ത് ജമാഅത്തിലുള്ളവരും സുന്നത്ത് ജമാഅത്തിന്റെ കൂടെയുള്ളവര്, സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളവര്, ചിലപ്പോ ഒരു സംഘടനയിലും ഇല്ലാതെ നിഷ്പക്ഷ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിലുമില്ല ഇതിലുമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന എല്ലാവരും കേട്ടു ഉസ്താദിന്റെ പ്രസംഗം. ആ ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഏതെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളെ വരെ സലഫികളുടെ ആശയത്തെപ്പറ്റി അവർ പ്രചരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഉസ്താദ് ബോധ്യപ്പെടുത്തി എന്നതിൽ കവിഞ്ഞ് അവരെയും പരിഹസിക്കുന്ന, അവരെ ഏതെങ്കിലും നിലക്ക് വേദനിപ്പിക്കുന്ന, കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന, അവരെ നാണം കടത്തുന്ന എന്തെങ്കിലും വാക്ക് ബഹുമാനപ്പെട്ടവരുടെ നാവിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് അവർ ആ പ്രസംഗം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ മൊബൈൽ അവർ കയറ്റിയിട്ടുണ്ടാകും. ഒരിക്കൽ കൂടി അവർക്ക് വെച്ച് കേൾക്കാം. അതേപോലെ മറ്റ് സംഘടനകൾ, ഏത് പ്രസ്ഥാനങ്ങളുണ്ടെങ്കിലും അവർക്ക് മുഴുവനും ഉസ്താദിന്റെ പ്രസംഗം മാതൃകാപരം അല്ലേ? എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, ആരെയും ചീത്ത പറയരുത്, ആരെയും കുറ്റം പറയരുത്, ആരെയും അപമാനിക്കരുത്, ആക്ഷേപിക്കരുത്. ഇതാണ് ഈ ജനങ്ങളോട് മുഴുവനും പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ലോകത്ത് മുഴുവനും പ്രസംഗിക്കുന്ന ഒരു നേതാവ് അത് സുൽത്താനുൽ ഉലമ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ചോദിച്ചോ. ചില ആളുകൾക്ക് പ്രസംഗം തുടങ്ങൽ സ്വാഗതം മുതൽ നന്ദി വരെ തെറിയും ചീത്തയും കുറ്റവും തന്നെ. പദവി ഉണ്ടാകും, വലിയ വലിയ പദവികൾ ഉണ്ടാകും. ലോക ഖാദിന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഖാദിന്നോ ജില്ലാ ഖാദിന്നോ ഞാൻ കുറ്റം പറയില്ല. ഈ പദവികളൊക്കെ ഉള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അവരുടെ പദവിയോട് അനുസരിച്ച് സംസാരിക്കണം. ഒരു മനുഷ്യനിക്ക് അല്ലാഹു തആല കൊടുത്തതല്ലേ സ്ഥാനവും പദവിയും. ഒരാളെ പണ്ഡിതനാക്കിയത് അല്ലാഹു അല്ലേ? ഖാദിയാക്കിയത് അല്ലാഹു അല്ലേ? ഒരു സംഘടനയുടെ തലപ്പത്ത് കൊടുക്കുന്നത് അല്ലാഹു തആല അല്ലേ? ആ സ്ഥാനത്തിരിക്കുന്നവർ ജനങ്ങളോട് പറയുമ്പോൾ ആ സ്ഥാനത്തിനനുസരിച്ചുകൊണ്ട് സംസാരിക്കണം. അതാണ് മഹാനായ ഖമറുൽ ഉലമ ഈ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ചീത്ത പറയുമ്പോൾ, നിന്നിൽ ഉള്ളതോ ഇല്ലാത്തതുമായ കുറ്റങ്ങൾ നിന്നെപ്പറ്റി പറയുമ്പോൾ, ആ പറയുന്ന വ്യക്തിയുടെ ഒരുപാട് ഉള്ള കുറ്റങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള കുറ്റങ്ങളൊക്കെ നിനക്കറിയാം, എങ്കിലും വരെ അവന്റെ ഒറ്റ കുറ്റവും നീ പറയരുത് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ആ അല്ലാഹുവിന്റെ ഹബീബിന്റെ കർശനമായ നിർദ്ദേശമാണ് മഹാനായ ഖമറുൽ ഉലമ പാലിച്ചു വരുന്നത്. അല്ലാഹു തആല എല്ലാ സംഘാടകർക്കും, ആലിമീങ്ങൾ എന്ന് പറയുന്നവർക്കും, ഖാദിമാർ എന്ന് പറയുന്നവർക്കും, സകല ആളുകൾക്കും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ആ ആശയം ഉൾക്കൊണ്ട് നമുക്കതിനിപ്പോൾ മാതൃക നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഖമറുൽ ഉലമ ഉസ്താദിനെ പിന്തുടർന്ന് നാട്ടിൽ തോന്നിവാസങ്ങൾ പറയാതെ, വടക്കത്തരം പറയാതെ, കേട്ട ജനങ്ങളുടെ ഹൃദയത്തിൽ ഉലമാഇനോടും സാദാത്തിനോടും ദീനിന്റെ നേതൃത്വത്തിനോടും മതിപ്പ് നഷ്ടപ്പെട്ടു പോകുന്ന ആ നിലക്കുള്ള സംസാരങ്ങളോ വിഷയങ്ങളോ ആരും പറയാതെ, അവരവരുടെ സംഘടനയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ വളർച്ചയും പ്രവർത്തനവും അവർക്ക് പറയാം. അത് കണ്ട് മറ്റുള്ളവർ അത് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനോട് സഹകരിക്കുക പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ സഹകരിക്കൂല. അതേ സ്ഥാനത്ത് നാം സമ്മേളനങ്ങളും പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും ചീത്ത പറഞ്ഞ് അപമാനിച്ചു, എല്ലാ അപമാനത്തിനും തക്ബീർ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപമാനിക്കത്തിനുണ്ടോ തക്ബീർ? തക്ബീർ എവിടെയാ പറയേണ്ടത്?
അതുവരെ മനുഷ്യന്മാർ പഠിച്ചില്ലേ സുഹൃത്തുക്കളെ? ഞാൻ സങ്കടം കൊണ്ട് പറയാണ്, വേദന കൊണ്ട് പറയാണ്. എന്നെക്കാളും പ്രായമുള്ളവർ എന്ന് അവകാശപ്പെടുന്നവർ, അല്ലെങ്കിൽ വലിയ സ്ഥാനമുള്ളവർ എന്ന് പറയുന്നവർ തന്നെ എന്തെങ്കിലും ആരെങ്കിലും അപമാനിക്കുമ്പോൾ സദസ്സിന് തക്ബീർ ചൊല്ലുമ്പോ പറഞ്ഞൂടെ, ഇപ്പൊ തക്ബീർ ചൊല്ലണ്ട, ഞാൻ ഒരാളെ കളിയാക്കുകയാണ്, ഒരാളെ അപമാനിക്കുകയാണ്, ഒരാളെ പരിഹസിക്കുകയാണ്, ഇപ്പൊ തക്ബീർ പറയണ്ടെന്ന് പറഞ്ഞൂടെ സുഹൃത്തുക്കളെ? അത്രയെങ്കിലും പറയാൻ ഈ ലോകത്ത് കുറെ ആളുകൾക്ക് അല്ലാഹു തആല ഇനിയെങ്കിലും ബുദ്ധി കൊടുക്കട്ടെ. നമുക്ക് ദ്വാരക്കാം. അതുകൊണ്ട് ഞാനിത് പറയുന്നത് ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടെ എല്ലാവരും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടെ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. സമ്മേളനങ്ങൾ അവർ വിലയിരുത്തും, മഹാന്മാരുടെ വാക്കുകൾ അവർ വിലയിരുത്തും. നാം കുറച്ച് ആളുകൾ മൈക്കിന്റെ മുമ്പിൽ കിട്ടുമ്പോൾ ഞങ്ങളെ ലോകത്തുള്ളൂ, വേറെ ആരുമില്ല എന്ന ധാരണ ഈ കാലഘട്ടത്തിൽ മാറ്റിവെക്കേണ്ടതാണ്. പരിസര ബോധം ഉണ്ടാവണം ആളുകൾക്ക്, പരിസര ബോധത്തോടുകൂടി സംസാരിക്കണം. അതല്ലെങ്കിൽ നമ്മെ ഒരല്പം കഴിയുമ്പോൾ ഇവിടെയുള്ള സർവ്വ ജനങ്ങളും വലിച്ച് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നാം സൂക്ഷിക്കണം സംസാരിക്കുമ്പോൾ. അങ്ങനെ ചില ആളുകൾക്ക് എന്തും പറയാം. കുറച്ചാളുകൾ തക്ബീർ ചൊല്ലാൻ നേരത്തെ റെഡിയാക്കി വെച്ചാൽ, കുറച്ചാൾക്ക് കൈയടിക്കാൻ വേണ്ടി ആളുകളെ വെച്ചാൽ, പിന്നെ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ അത് നടക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങളൊക്കെ വിലയിരുത്തും, പടച്ചോനെ ഈ ലോകം എവിടത്തേക്കാ പോകുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പരിപാടികളും ഈ പരിസരങ്ങളിൽ സംഘടിപ്പിക്കാതെ നല്ലത് പറയൂ, നല്ലത് ജനങ്ങൾക്ക് പ്രചരിപ്പിക്കൂ. ഞങ്ങൾക്ക് അബ്ബാസ് ഉസ്താദിനെ പറ്റി പറയാനുണ്ട്, മഹാനായ സയ്യിദുനാ കൂറത്ത് തങ്ങളെ പറ്റി പറയാനുണ്ട്, മഹാനായ ഖമറുൽ ഉലമ എപി ഉസ്താദിനെ പറ്റി പറയാനുണ്ട്, ബഹുമാനപ്പെട്ട വഫാത്തായ താജുൽ ഉലമാനെ പറ്റി പറയാനുണ്ട്, മഹാനായ നൂറുൽ ഉലമാനെ പറ്റി പറയാനുണ്ട്, ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങളെ പറ്റി പറയാനുണ്ട്, താഹിർ തങ്ങൾ ഉസ്താദിനെ പറ്റി പറയാനുണ്ട്, മഞ്ഞനാടി ഉസ്താദിനെ പറ്റി പറയാനുണ്ട്. അവരൊക്കെ എന്ത് ചെയ്തു? ജീവിതത്തിൽ പ്രായപൂർത്തിയായി 10-20 വയസ്സ് മുതൽ 80-90 കൊല്ലം ഇവിടെ ദർസ് നടത്തി, ആയിരക്കണക്കിൽ പണ്ഡിതന്മാർ ആലിമ്യങ്ങളെ ഉണ്ടാക്കി, സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ഏൽപ്പിച്ചു പോയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. അബ്ബാസ് ഉസ്താദിനെ പറ്റി പറയാനുള്ളത്, അതെ, ഈ നിങ്ങളെ പരിസരത്ത് അല്പം നടന്നുപോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സ്ഥലമാണ് അൽ മദീന സ്ഥാപനം. വണ്ടിയും ടിക്കറ്റും ഒന്നും വേണ്ട, നടന്നു പോയിട്ട് കാണാം. അവിടെ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളി, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞോളി. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലാതെ ആരെങ്കിലും തെറി പറയാനും ചീത്ത പറയാനും ആരെങ്കിലും അപമാനിക്കുവാനും പരിഹസിച്ചുകൊണ്ട് കളിയാക്കാനും സുഹൃത്തുക്കളെ ആരും മുന്നോട്ട് വരാതെ നമുക്ക് ഭാവി തലമുറക്ക് നന്മയുടെ, സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ സന്ദേശം നൽകണമെന്ന് എല്ലാ ആളുകളോടും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വന്ദ്യരായ അബ്ബാസ് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്തിനാണ് ഉസ്താദ് നാനാഭാഗത്ത് ഓടുന്നത്? നിങ്ങൾ നോക്ക്, ഉസ്താദ് നിസ്കരിക്കുന്ന സമയത്ത് വരെ അത്തഹിയാത്തിനിരിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ എന്റെ മനസ്സ് സങ്കടപ്പെട്ടുപോയി. അത്തഹിയാത്തിനിരുന്ന് ശരിക്ക് നമുക്ക് ഇരിക്കുന്നത് പോലെ തവറുക്കിന്റെ ഇരുത്തമോ ഇഫ്തറാഷിന്റെ ഇരുത്തമോ ഇരിക്കാൻ കഴിയാതെ കൈ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് കാണാം. ഇത്രയും പ്രയാസം അല്ലാഹു തആലാക്ക് ചെയ്യുന്ന ഇബാദത്ത് നിസ്കാരത്തിൽ വരെ ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ഈ രാജ്യത്തിലുടനീളം അല്ല, ഗൾഫ് രാജ്യങ്ങളിലും അവിടെയും ഇവിടെയും സംബന്ധിച്ച് പാവങ്ങളായ അനാഥകളെയും അഗതികളെയും മുതഅല്ലിമീങ്ങളെയും പാവപ്പെട്ട മക്കളെ സംരക്ഷിക്കാൻ ഈ സമയത്ത് വന്ദ്യരായ ഉസ്താദ് ഓടി നടന്ന് കൊണ്ടുവന്ന് ആ മക്കളെ, ആ യതീമുകളെ, ആ അഗതികളെ, ആ ദീൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ സംരക്ഷിച്ചു വളർത്തുമ്പോൾ അതിനേക്ക് സഹകരിക്കാതെ, അതിനെ നിസ്സഹകരിക്കുകയോ ആ മുതഅല്ലിമീങ്ങളുടെയും യതീമുകളുടെയും അനാഥകളുടെയും അന്നം മുടക്കാൻ, അവരെ കഞ്ഞി മുടക്കാൻ, അവരുടെ സൗകര്യമില്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിച്ചു പോകരുത്. അള്ളാഹുവിന്റെ വലിയ ശാപം, അള്ളാഹുവിന്റെ വലിയ ബലാ ഇറങ്ങി നമ്മളൊക്കെ നശിച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സാധുക്കളുടെ പാവങ്ങളെ സംരക്ഷണമാണ് ഉസ്താദ് ഏറ്റെടുത്ത് അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഉസ്താദിന്റെ ദീർഘായുസ്സിന്, ആഫിയത്തിന് നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് ദുആ ചെയ്യണമെന്ന് മാത്രം ഈ സമയത്ത് നിങ്ങളുടെ ഓർമ്മപ്പെടുത്തി, സമയത്തിന്റെ കുറവ് കൊണ്ട്
എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ പരിപാടി, സിറാജുൽ മുനീർ അസോസിയേഷൻ സംഘടിപ്പിച്ച ഈ പരിപാടി, അതുപോലെ സുന്നി കോർഡിനേഷൻ സംഘടിപ്പിച്ച പരിപാടി പരിശുദ്ധ ദീനിന്റെ പ്രചരണത്തിന്റെ, ദീന്റെ നിലനിൽപ്പിനുള്ള ഒരു ഖിദ്മത്തായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഏതെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്കൊക്കെ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അബ്ബാസ് ഉസ്താദിന്റെ ഈ സ്വീകരണ പരിപാടിയിൽ അവരൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അവരുടെ ആത്മീയ നേതൃത്വം നമുക്കുണ്ട്. അല്ലാഹു തആല അങ്ങനെ മരണപ്പെട്ടുപോയ നമ്മുടെ മുഴുവൻ മഹത്തുക്കൾ, ശംസുൽ ഉലമാ ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, അങ്ങനെ തുടങ്ങുന്ന മുഴുവൻ മശായിഖന്മാർ, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കഴിഞ്ഞ കാലത്തും ഈ അടുത്ത് മരണപ്പെട്ട മുഴുവൻ ആളുകളുടെയും ദറജകൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവർ നമ്മളെല്ലാം അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. നമുക്കൊക്കെ ദീർഘായുസ്, ആഫിയത്ത്, ദീനിന്റെ ഖിദ്മത്ത് അല്ലാഹു തആല നീട്ടിത്തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ രംഗത്തും പ്രവർത്തന രംഗത്തും സജീവമാകണമെന്നും SYS-ഉം SSF-ഉം അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സംഘടനകൾക്കും വേണ്ടുന്ന സഹകരണങ്ങൾ എല്ലാവരും നൽകി ആ പ്രസ്ഥാനങ്ങളെ വളർത്തി ദീന്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിക്ക് SYS-ന്റെ സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് ദുആവസിയത്തോടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಬಹುಮಾನ್ಯರಾದ ಸಯ್ಯಿದನ ಕೂರತ್ತಂಗಲ್ರವರಿಗೆ ಅರ್ಜೆಂಟಾಗಿ ಬೇರೊಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಹೋಗಲಿಕ್ಕಿರುವ ಕಾರಣ ಸಯ್ಯಿದನ ತಂಗಲ್ರವರನ್ನ